നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഒരാൾക്ക് കൊടുക്കുകയോ നമ്മൾ സ്വീകരിക്കുവാനോ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളെ കുറിച്ചാണ്. ഇതിന് വളരെയധികം ശാസ്ത്രീയ വിധിപ്രകാരമായാലും താന്ത്രിക വിധിപ്രകാരമായാലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അന്യം നിന്ന് പോകുന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇതിൽ ചെയ്യുന്നത്. ഉപ്പ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘടകം. ഉപ്പ് നമ്മളുടെ വീട്ടിൽ ഒരിക്കലും തീർന്നു പോകരുതെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. ഉപ്പ് ഭരണി ഒരിക്കലും ഒഴിഞ്ഞിരിക്കരുതെന്ന്. ഉപ്പെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരിക്കലും ഉപ്പ് തീർന്നു പോകാതെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ദാനമായിട്ട് ഉപ്പ് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കയ്യിൽ തിരിച്ച് ആരുടെയും കയ്യിൽ നിന്നും വാങ്ങാതിരിക്കുക. ഈ ഉപ്പ് സൗജന്യമായി കൊടുക്കുന്നത് കൊണ്ടും വാങ്ങുന്നതും കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു കയറുകയും കൊടുക്കുന്ന വ്യക്തിക്ക് അവർക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇരട്ടിയാവുകയുമാണ് ചെയ്യുന്നത്. അതായത് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകും, പക്ഷെ വാങ്ങുന്ന ആൾക്ക് ആ ലക്ഷ്മി ദേവിയെ കിട്ടത്തതുമില്ല. 2 എന്ന് പറയുന്നത് എള്ളാണ്. എള്ള് ശനി ഭഗവാനുമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് എള്ള്. ഈ എള്ള് നമ്മൾ കൈകൊണ്ട് സൗജന്യമായിട്ട് ഒരാൾക്ക് കൊടുക്കുവാനോ വാങ്ങുവാനോ പാടില്ലാത്തതാണ്. അവരുടെ ജീവിതത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വാങ്ങുന്ന വ്യക്തിയിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഈ സാധനങ്ങളൊക്കെ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കൈകൊണ്ട് കൊടുക്കുകയോ വാങ്ങാതെ ഇരുന്നാൽ മതി. ഒരു പാത്രത്തിലോ കവറിലോ ആക്കി ഒരു ടേബിളിന്റെ പുറത്തോ എവിടെയെങ്കിലും വെച്ചിട്ട് അവരുടെ അടുത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുവാൻ ചെല്ലുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് അതൊന്ന് ടേബിളിൽ വെച്ചേക്കോ, ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് കത്തിയാണ്. കത്തി നമ്മൾ ഒരാൾക്ക് കൈമാറാൻ പാടില്ല. നമ്മുടെ വീടിനുള്ളിലുള്ളവർ തമ്മിലായാൽ പോലും കത്തികൾ കൈമാറരുത് എന്നാണ് പറയുന്നത്. കത്തി കൈമാറി കഴിഞ്ഞാൽ അവരിനുള്ളിൽ വൈരാഗ്യവും വെറുപ്പും ദേഷ്യവും വർദ്ധിക്കും. അതുപോലെ തന്നെ വീടിനുള്ളിൽ ഒരുപാട് കത്തികൾ സൂക്ഷിക്കാതിരിക്കുന്നതുമാണ് വളരെയധികം ഉചിതം. ഈ കത്തിയെ കുറിച്ച് നമ്മുടെ വാസ്തുശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരമാണെങ്കിൽ പോലും നമ്മളുടെ വീടുകളിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ സൂക്ഷിക്കുകയോ ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾക്ക് ഉചിതം എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെ അല്ല പറയുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വാങ്ങുന്നതും, നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുളക് പൊടി തിന്നും, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് മുളക് പൊടി വാങ്ങിച്ചിട്ട് വരും, ഉപ്പ് വാങ്ങിയിട്ട് വരും, അങ്ങനെയൊക്കെ വാങ്ങുന്നതും കൊടുക്കുന്നതിനെയും പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിനുള്ള മൂല്യം നിങ്ങൾ കൊടുത്തിട്ടാണത് സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു ഇതും നിങ്ങൾക്ക് എഫക്റ്റ് ആവില്ല. പക്ഷെ നമ്മൾ സൗജന്യമായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂല്യവും നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ വാങ്ങുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വന്നു കയറുന്നത്. നമ്മൾ പണം തന്നെ സൗജന്യമായി കൊടുക്കുക എന്ന് പറയുന്നത് ദക്ഷിണ കൊടുക്കുക. ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മളൊരു വെറ്റിലയിൽ വെച്ചിട്ടാണ് പണം ദക്ഷിണ കൊടുക്കുന്നത്. നമ്മൾ വസ്ത്രം ദാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു താലത്തിൽ വെച്ചിട്ടാണ് വസ്ത്രം ദാനം ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റ് കൊടുക്കാറില്ല, നേരിട്ട് കൊടുക്കാറില്ല. അടുത്തതെന്ന് പറയുന്നത് എണ്ണ. എണ്ണ നമ്മൾ എപ്പോഴാണ് ദാനമായിട്ട് കിട്ടുന്നത്? നമ്മൾ മരിച്ച വീടുകളിലാണ് എണ്ണ നമ്മൾക്ക് കയ്യിലേക്ക് ദാനമായി തരുന്നത്. അതും നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, അല്ലേ? അല്ലാതെ എണ്ണ നമ്മൾ സൗജന്യമായിട്ട് കൈകൊണ്ട് വാങ്ങാതിരിക്കുക, അതേപോലെ തന്നെ സൗജന്യമായിട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പൊടി ഐറ്റംസ് ഒക്കെ ഇല്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് സൗജന്യമായി കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുക. ഇതിന്റെ അർത്ഥം സൗജന്യമായിട്ടൊന്നും ആർക്കും കൊടുക്കരുത് എന്നല്ല, പക്ഷെ കൈകളിൽ ഡയറക്റ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മത്സ്യം എന്ന് പറയുന്നത് ഫെങ്ഷുയി പ്രകാരമായാലും വാസ്തുശാസ്ത്ര പ്രകാരമായാലും, ഫെങ്ഷുയി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം പോലെ തന്നെയുള്ള ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രങ്ങൾ പ്രകാരമായാലും മത്സ്യങ്ങൾ വീട്ടിൽ വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങളൊക്കെ വെക്കുന്നത് വീട്ടിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ള അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ നമ്മളത് കയ്യിൽ വാങ്ങരുത്. അങ്ങനെ വാങ്ങുമ്പോൾ അവരുടെ വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. കഴിക്കുന്ന മത്സ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആരെങ്കിലും തരുവാണെങ്കിൽ അത് കൈകൊണ്ട് വാങ്ങാതിരിക്കുക. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഉപ്പ്, എള്ള്, കത്തി,
വസ്ത്രം, എണ്ണ, പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി പോലുള്ള പൊടികൾ, മത്സ്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൈകൊണ്ട് ഒരിക്കലും വാങ്ങാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾ കൈകൊണ്ട് വാങ്ങിയെന്നിരിക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട്. നിങ്ങൾ ഈ അടുത്തുള്ള അമ്പലത്തിൽ പോകുക, 1 രൂപ അല്ലെങ്കിൽ 2 രൂപ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ പക്ഷെ മൂല്യമുള്ള ഒരു നാണയം, അതായത് 50 പൈസ 25 പൈസയും വീട്ടിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നതല്ല, മൂല്യമുള്ള ചെറിയ മൂല്യമുള്ള ഒരു തുക നാണയം എടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് നിങ്ങൾ ആ അമ്പലത്തിൽ വഞ്ചിയിൽ നിക്ഷേപിക്കുക. നമ്മൾ ഈ നാണയം തലയ്ക്കൊഴിയുന്നത് എന്തിനാണ്? നാണയം ഒരു ലോഹമാണ്. ഈ ലോഹത്തിന് നമ്മളിലേക്ക് വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജികളെയും അത് ആഗിരണം ചെയ്യുകയും നമ്മളിൽ നിന്നത് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാണ് നമ്മൾ നാണയം ഒഴുകിയിടുന്നത്. ആരും നമ്മളുടെ അടുത്ത് നോട്ട് ഒഴിഞ്ഞിടാൻ പറയത്തില്ല, പക്ഷെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നോട്ട് ഒഴിഞ്ഞിടുമ്പോൾ അതൊരു പേപ്പറാണ്, പേപ്പറിന്റെ ആഗിരണ ശക്തി കുറവാണ്. നോട്ട് ഒഴിഞ്ഞിടുമ്പോൾ ആ ഒരു ഫലം നമുക്ക് കിട്ടില്ല. അപ്പോൾ നാണയം ഒഴിഞ്ഞ് ഇടുക. അപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഇങ്ങനെ വാങ്ങിയത് മൂലമോ കൊടുത്തത് മൂലമോ നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ ദോഷം ഇതുമൂലം മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോഴും ഈ സാധനങ്ങൾ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഓർത്താൽ മതി, ഈ സാധനങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക്, നമ്മൾക്കൊരു സാധനം സൗജന്യമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കും അത് വാങ്ങുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, അവരിലുള്ള ദോഷങ്ങളും അസുഖങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അതിനുള്ള പരിഹാരം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത നിമിഷം മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കുകയോ നിങ്ങൾ വാങ്ങിക്കുകയോ ചെയ്യുമ്പോൾ ഇത് ഓർമ്മയിലിരിക്കട്ടെ. അഥവാ നിങ്ങൾ അറിയാതെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ വീഡിയോസ് ഇടുന്നതിനുള്ള ഒരു പ്രചോദനമാകും. അതുപോലെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് വീഡിയോസ് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.